വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത്. 8 വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും വഴുതനയുമെല്ലാം ഈ 2.5 സെന്റിലെ കൃഷിയിടത്തിലുണ്ട്. കൃഷിസ്ഥലം ചെറുതാണെങ്കിലും വിളവ് 100 മേനിയായതിനാൽ അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാനാകുന്നുണ്ട്. 2.5 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഈ റെയിൻ ഷെൽട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും ജൈവമാർഗത്തിൽ തന്നെ, അതായത് വിഷരഹിതമായിട്ട് തന്നെ പയറ്, തക്കാളി, വഴുതന, മുളക്, ചീര എന്നിവ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവർക്കെല്ലാം നൽകാനും നമ്മുടെ വീട്ടാവശ്യം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്നൊരു സഹായം അതിനകത്തുണ്ട്. കൊടുംവേനലിൽ കൃഷി നശിക്കാതിരിക്കാൻ സുഭാഷ് ജലം കുറച്ചു മാത്രം എടുക്കുന്ന തുള്ളിനന രീതിയെ ആശ്രയിച്ചു. അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് കൂടുതൽ അളവിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യം വെക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. നന്ദു, കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ ഒന്ന് നിറയും. അപ്പോൾ സുഭാഷിൻ്റെ പച്ചക്കറി തോട്ടം അടിപൊളിയാണ്. ഈ തുള്ളിനന എന്ന് പറയുന്നത് ഒരു വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒരു കൃഷിരീതിയാണോ നന്ദു? തീർച്ചയായും ചെയ്തു. ഈ ജലസേചന മാർഗം തുള്ളിനന എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നത് ഈ കൂടുതലും ജലക്ഷാമമുള്ള മേഖലകളിലാണ്. ജലം കുറച്ച് മാത്രം എടുക്കുന്നു എന്ന തരത്തിലാണ് തുള്ളിനന എന്ന ജലസേചന മാർഗം കൂടുതലായും കർഷകർ സ്വീകരിച്ചു വരുന്നത്. ഏതായാലും സുഭാഷ് മാഷിൻ്റെ ഈ കൃഷിയിൽ തുള്ളിനന തന്നെയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. കാരണം വേനൽക്കാലമാണ്, കുറച്ച് ജലക്ഷാമമൊക്കെ അനുഭവപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന രാജകുമാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുള്ളിനന എന്ന് പറയുന്ന ജലസേചന മാർഗമാണ് ഈ കൃഷിക്കായി സ്വീകരിച്ചിരുന്നത്. ഏതായാലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിഷമടിച്ച പച്ചക്കറികളെ പറ്റി നമ്മൾ പലപ്പോഴും വാചാലരാവാറുണ്ടെങ്കിലും സ്വന്തം വീട്ടിലൊരു കറിവേപ്പില പോലും വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ആരും തയ്യാറാകാറില്ല. അങ്ങനെയുള്ളവരുടെ പ്രധാന ന്യായീകരണമാണ് വീട്ടിൽ സ്ഥലമില്ല, വീട്ടിൽ നോക്കാൻ ആളില്ല, സ്ഥലം വളരെ കുറവാണ്, വെള്ളമില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിനെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു കൃഷിരീതിയാണ് ഇവിടെ സുഭാഷ് മാഷ് നടത്തിയിരിക്കുന്നത്. 2.5 സെൻറ്റിൽ ചീരയും വെണ്ടയും തക്കാളിയും ഒക്കെ കൃഷി ചെയ്തു. 8ഓളം ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തു. അതോടൊപ്പം അയൽവീടുകൾ കൂടി വിഷമടിക്കാത്ത ശുദ്ധമായ പച്ചക്കറികൾ നൽകാനായി സുഭാഷ് മാഷിനായിട്ടുണ്ട്. ഒരു വളരെ മികച്ച മാതൃകയാണ് ആ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അധ്യാപകർ പലപ്പോഴും ക്ലാസ് റൂമുകൾക്കുള്ളിൽ നിന്ന് സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ അവരങ്ങനെ വലിയ രീതിയിലുള്ള മാതൃകകൾ അവലംബിക്കാറില്ല പൊതുവെ. എന്നാൽ ഇത് സുഭാഷ് മാഷിൻ്റെ ഈ ഒരു മാതൃക കുട്ടികൾക്കും തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ വളരെയധികം ഒരു പാഠമാകുന്ന മാതൃക തന്നെയാണ്. വിഷമില്ലാത്ത പച്ചക്കറി തൻ്റെ കുടുംബത്തിനും ഒപ്പം അയൽക്കാരുടെ കുടുംബത്തിനും കൂടി നൽകുന്ന മികച്ച മാതൃകയാണ് സുഭാഷ് മാഷിൻ്റേത്.